നടരാജ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്ന് ആനയെ നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഇവിടെ അങ്കമാലിയിൽ ആന മയക്കുവെടി വെച്ച ശേഷവും അക്രമാസക്തനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ശാന്തനായി നിൽക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് മാറ്റാനാകാത്തൊരു സാഹചര്യത്തിലാണ് നിലവിൽ അങ്കമാലിയിലെ ആനയുള്ളത്. തൃശ്ശൂരിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ അക്രമം കാണിച്ച ആനയെ ആ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇതിനു മുൻപ് ആനയ്ക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ടായിരുന്നു? ഇത്തരത്തിൽ ഇടയുന്ന ആനയായിരുന്നു, അല്ലെങ്കിൽ പൂരപ്പറമ്പുകളിലേക്ക് തൃശ്ശൂർ പൂരത്തിന് എത്തിച്ച ആനയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആനയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ അക്രമം കാണിച്ച ആന ഇന്ന് വീണ്ടും അക്രമം കാണിക്കുമ്പോൾ മദപ്പാടിലായിരുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ നടരാജ? ഇന്നലെ പരിശോധന നടത്തിയതിന് ശേഷമാണ് എഴുന്നള്ളിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനുമതി കൊടുത്തിരിക്കുന്നത്. ആനയ്ക്ക് നീർക്കെട്ടിൻ്റെ സമയമാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇനി ആനയെ മെല്ലെ നീർക്കെട്ടിലേക്ക് കൊണ്ടുപോയി തളയ്ക്കുമെന്നാണ് ആനയോട് ബന്ധപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ ആന ഇടഞ്ഞിരുന്നു. ആന അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഇന്നലെ എഴുന്നള്ളിപ്പിൽ നിന്നും ആനയെ മാറ്റി നിർത്തുകയും ഈ പറമ്പിൽ കൊണ്ടുവന്ന് ആനയെ തളയ്ക്കുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ തളച്ചതിന് വേണ്ടത്ര സുരക്ഷയിലാണോ തളച്ചത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അവിടെ കാരണം ഇന്ന് രാവിലെ വീണ്ടും അവിടെ ഇത്തരത്തിൽ പാപ്പാമാർ ചെല്ലുകയും പട്ടയിടുകയും ഒക്കെ ചെയ്തപ്പോൾ ആന അക്രമകാരിയാവുകയായിരുന്നു. അതിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന നിലയിൽ കെട്ടിയിട്ടിരുന്നോ എന്ന കാര്യമൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ആന ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ആ ഷെഡ് തകർക്കുകയും പാപ്പാനെ ചവിട്ടുകയും ചെയ്തതോടുകൂടിയാണ് ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചത്. ഒന്നാമത്തെ പാപ്പാൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇതിനു മുമ്പ് ഈ ആനയ്ക്ക് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയ ചരിത്രമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇത് കോട്ടയം ഭാഗത്തു നിന്നുള്ള ആനയാണ്. കുറച്ചു കാലമായി ഈ ഭാഗത്ത് പാട്ടത്തിനെടുത്താണ് ആനയെ കൊണ്ടുപോകുന്നതെന്നാണ് അറിഞ്ഞത്. എന്തായാലും ആനയെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആന ആ സംഭവത്തിന് ശേഷം ശാന്തനായി തന്നെ ഈ പ്രദേശത്ത് തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയെ ലോറി കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ വലിയ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ലോറിയിൽ കയറ്റി ആനയെ കൊണ്ടുപോകാനും കഴിഞ്ഞു. എന്തായാലും ആനയെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളോ മറ്റും ഈ ഭാഗത്ത് ഇപ്പോഴില്ല. രാവിലെ ഉച്ചയോടുകൂടി നടന്ന ആ ദാരുണ സംഭവം മാറ്റി നിർത്തിയാൽ മറ്റു പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നില്ല. എന്തായാലും ഇവിടെ നിന്നും ആളുകൾ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. ആനയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടെ നിന്നും പോയി കഴിഞ്ഞിട്ടുണ്ട്.